ഹായ് ഫ്രണ്ട്സ്, stylish.com എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന ഈ പാൻ്റാണ്. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്ക്കാം. വേറെ എന്തെങ്കിലും ഒരു പഴയ നൈറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് തയ്ച്ച് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് 2 പോക്കറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അവരത് ഇട്ടുകൊണ്ട് നടന്നോളും, അവർക്ക് ചെളി പറ്റില്ല, നീളത്തിൽ അത് കിടക്കുകയും ചെയ്തോളും. എന്നാൽ നമുക്കിനി അടുത്തത് നമുക്ക് ബോർഡയിൽ ഇതിൻ്റെ നോട്ട് നമുക്ക് പറഞ്ഞു തരാം. ഞാൻ ഈ ബോർഡയിൽ എഴുതിയിട്ടിരിക്കുന്നത് എക്സ്പ്ലനേഷൻ ചെയ്ത് ഞാൻ തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നൈറ്റ് ഡ്രസ്സ്, പൈജാമ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഈ അളവിലാണ് തയ്ക്കേണ്ടത്. ഇത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ ഇങ്ങനെ ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. 01 ഇറക്കം, 01 എന്ന് പറഞ്ഞാൽ കണ്ടോ, 01 ഫുൾ ലെങ്ത്ത് പ്ലസ് 3 ഇഞ്ച്, അതായത് 01 ഫുൾ ലെങ്ത്ത് പ്ലസ് 3 ഇഞ്ച്. ഈ ഇറക്കത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. അതായത് ഇവിടെ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനോ വള്ളി ഇടാനോ ആയിട്ട് 1.5 ഇഞ്ചും ഇവിടെ പടി മടക്കി തയ്ക്കാനായിട്ട് 1.5 ഇഞ്ച്. പിന്നെ 02 സീറ്റിൻ്റെ 3/1 പ്ലസ് 1 ഓർ 1.5. 02 2 കണ്ട, 02 2. പിന്നെ നമുക്ക് 1 എടുക്കണം. ആ 1 എടുക്കുമ്പോൾ സീറ്റിൻ്റെ സാധാരണ നമ്മൾ വേസ്റ്റിൻ്റെ 1 വേസ്റ്റിൻ്റെ 4/1 ഇറങ്ങണേ. പാൻറ്റ്, നിക്കറ് ഇതൊക്കെ തയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും സീറ്റിൻ്റെ 3/1 സീറ്റ് വണ്ണത്തിൻ്റെ, അതായത് ഇരിപ്പിട വണ്ണത്തിൻ്റെ 3/1 നമ്മൾ എടുക്കണം. ആ ഇരിപ്പിട വണ്ണത്തിൻ്റെ 3/1 എടുത്തിട്ട് അതിൻ്റെ കൂടെ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടുക, വലിയവർക്കാണെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടുക. പിന്നെ 02 4 കണ്ട, 02 4 1.5 ഇഞ്ച്. 4/7 സീറ്റിൻ്റെ 3/1 പ്ലസ് 1/2 ഇഞ്ച്. 4/7 കണ്ട, ഇവിടുന്ന് 4/7 ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്ത് കിട്ടണമെങ്കിൽ സീറ്റിൻ്റെ 3/1, കൊച്ചു പിള്ളേർക്ക് 3/1 എടുത്താലും മതി, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയാലും കുഴപ്പമില്ല. 1/5 1.5 ഇഞ്ച്. 1/5 കണ്ട, 1ൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് 5ലേക്ക്, അപ്പോൾ 1/5 1.5 ഇഞ്ച്. 1/8 ബോട്ടത്തിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച്. ഇത് കണ്ട, 1/8 എന്ന് പറയുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ അടിയിലത്തെ അളവാണ്. ബോട്ടത്തിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച്. ബോട്ടത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഈ പൈജാമ അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ 1 ഇഞ്ചിന് പകരം 2 ഇഞ്ച് ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ലൂസ് കിട്ടണം. നൈറ്റ് ഡ്രസ്സിനൊക്കെ ഇവിടെ ലൂസ് കിട്ടണം. പൈജാമയ്ക്ക് ഈ 1 ഇഞ്ച് ഇട്ടാൽ മതി. 1/8 ബോട്ടത്തിൻ്റെ പകുതി, അതായത് കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ ചുറ്റി അളവ് എടുത്തേക്കണേ. അതിൻ്റെ പകുതി, അതായത് 10 ആണെങ്കിൽ 5, 5 പ്ലസ് 1 6 അങ്ങനെ വരും. അതിന് ഒരു മെഷർമെൻറ്റ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സീറ്റ് വണ്ണം 16. ഈ സീറ്റ് വണ്ണം മാത്രം നമുക്ക് കിട്ടിയാൽ അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ വേസ്റ്റ് വണ്ണം എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ ഈ അളവുകളെല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. സീറ്റ് 16, സീറ്റിൻ്റെ കൂടെ എത്ര കുറയ്ക്കുമ്പോഴാണ് വേസ്റ്റ് കിട്ടണേ, 2 4 6 8 അങ്ങനെ വണ്ണത്തിനനുസരിച്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് വണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ സീറ്റ് വണ്ണം എഴുതിയിട്ടുണ്ട്, ഫുൾ ലെങ്ത് എഴുതിയിട്ടുണ്ട് 19, ബോട്ടം 9. ഈ അളവിൽ നമുക്ക് പത്ര പേപ്പറിൽ നമുക്കിത് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പേപ്പറിൽ വെട്ടി കാണിക്കുക. ആദ്യം നമ്മൾ ലെങ്ത്ത് എടുക്കുക. ലെങ്ത്ത് 19 പറഞ്ഞിരിക്കുക. അപ്പോൾ 01 ഫുൾ ലെങ്ത്ത് പ്ലസ് 3 ഇഞ്ച്, 19 പ്ലസ് 3 22, 19 പ്ലസ് 3 22. അത് ഈ പേപ്പർ മൊത്തം ഉണ്ട്. പിന്നെ അടുത്തത് 02 2 സീറ്റിൻ്റെ 3/1 പ്ലസ് 1 ഇഞ്ച്. സീറ്റ് എത്രയാ, 18 ഇഞ്ച്. 18ൻ്റെ 3/1 6, 6 പ്ലസ് 1 7. കണ്ടോ, ഇങ്ങനെ 7 കിട്ടി. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എടുത്തിട്ട് എങ്ങനെയാണ് പറഞ്ഞേക്കണേ, നിക്കറിനകത്തൊക്കെ പറഞ്ഞില്ല, ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞ് ഇവിടെ പിടിച്ച് ഈ അളവ് ഈ നീളത്തെ പിടിച്ച് ഇങ്ങനെ പൊക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് തുണി ഇല്ലെങ്കിൽ പാൻറ്റിന് 4 മടക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ 2 മടക്കി, 2 2 4 കണ്ടോ, ഇങ്ങനെ നമ്മൾ 4 മടക്കി. ഈ 4 മടക്കിയിട്ട് ഇതിനെ നമ്മൾ 2 ഒന്നും കൂടി മടക്കപ്പോൾ 4. ഇത് പേപ്പർ ഇപ്പം 4 മടക്കി വെച്ചു. അപ്പോൾ നമ്മുടെ അളവ് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി അതും എടുത്തു. 02 2 സീറ്റിൻ്റെ 3/1 പ്ലസ് 1 ഇഞ്ച് കൂട്ടി അതിനെ നമ്മൾ 4 മടക്കിയിട്ടേക്കുക.
എന്നിട്ട് അതിന് നമുക്ക് പേര് കൊടുക്കാം. 0, 1, 2, 3 പേര് കൊടുത്തു. ഇനി അവിടെ നിന്ന് തൊട്ട് നമുക്ക് അളവെടുക്കാം. അളവെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? 0 to 4 1.5 ഇഞ്ച്. 0 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ അതിൻ്റെ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് എടുത്തിട്ട് അളന്നിടുക. കണ്ടോ? 0 to 4 1.5 ഇഞ്ച് അതിന് ലൈൻ കൊടുക്കുക. പിന്നെ അടുത്തത് 4 to 7 സീറ്റിൻ്റെ 1/3 പ്ലസ് 1/2 ഇഞ്ച്. 4 to 7 പടത്തിൽ നോക്കുക. 4 to 7 എവിടെയാണ്? 4 ഇവിടെ വന്നിരിക്കുന്നത്. 4 to 7 താഴോട്ടേക്ക്. 4 to 7 എത്ര? സീറ്റിൻ്റെ 1/3 നമുക്ക് കിട്ടിയത് 6 അല്ലേ? 6ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി. വലിയ കുട്ടികളാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിക്കോളാം. അപ്പം 6.5 അവിടെ ലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്തത് എത്രയാണ്? 4 to 7 സീറ്റിൻ്റെ 1/3 പ്ലസ് 1/2 ഇഞ്ച്. അടുത്തത് 1 to 5 ഒന്ന് എവിടെ? 1 ഇവിടെ. 1 to 5 1.5 ഇഞ്ച്. അത് മടക്കി തയ്ക്കാനുള്ളത്. കണ്ട? അതിനും വേണമെങ്കിൽ ഒരു ലൈനും കൊടുത്തോളൂ. പിന്നെ അടുത്തത് 1 to 8 ബോട്ടത്തിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച്. ബോട്ടത്തിൻ്റെ പകുതി എത്ര? ഇവിടെ 9. ബോട്ടം എന്ന് പറയണത് 9. 9ൻ്റെ പകുതി 4.5 പ്ലസ് 1 ഇഞ്ച് 5.5. പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് സീറ്റിൻ്റെ 1/3 പ്ലസ് 1/2 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തത് 0 to 6 പറയുന്നുണ്ട്. 0 to 6 എത്രയാണ്? സീറ്റിൻ്റെ 1/3 6. 0 to 6 സീറ്റിൻ്റെ 1/3. അതിലേക്ക് ഇതിനെ ബോക്സിലാക്കുക. ഒരു ബോക്സ് ആക്കിയിട്ട് ഇതിനിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. പിന്നെ ബോട്ടം അടയാളപ്പെടുത്തിയില്ലേ? ആ ബോട്ടത്തിലേക്ക് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെറിയ നൈറ്റ് ഡ്രസ്സ്, പൈജാമ തയ്ക്കേണ്ട ആ രീതിയിലുള്ള ഒരു പാൻറ്റ് വെട്ടി. കണ്ട? ഇതിൻ്റെ തയ്ക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കാല് തുമ്പൊളിച്ച് 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അത് ആ അളവിൽ നമ്മളിങ്ങനെ തുമ്പൊളിച്ച് മടക്കി തയ്ക്കണം. ഇതുപോലെ അടുത്ത കാലും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബോട്ടം നമ്മളിങ്ങനെ വെച്ചിട്ട് നല്ലപ്പുറം കൂടി കൂട്ടി വെച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ നേരെ തയ്ക്കുക. ഇതും അതുപോലെ തന്നെ. എന്നിട്ട് ഇത് അതുപോലെ തയ്ച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക. ഇനി ഞാൻ തയ്ക്കണ കാണിച്ചു തരാം. തുണിയിൽ വെട്ടിയിട്ട് തയ്ക്കണ കാണിച്ചു തരാം. കൊച്ചിൻ്റെ പേര് പറഞ്ഞു കൊടുത്തേ. ഇന്ന് നമ്മൾ ജൂക്കിട്ടിൻ്റെ അളവെടുത്തിട്ടാണ് പാൻറ്റ് തയ്ക്കാൻ പോകുന്നത്. ജൂക്കിട്ടിൻ്റെ ആദ്യം അരവണ്ണം എടുക്കണം. കണ്ടോ? പാൻറ്റിന് ആദ്യം നമ്മൾ അരവണ്ണം എടുക്കുന്നു. കണ്ടോ? ഇങ്ങനെ ഒരു വിരൽ ഉള്ളിലിട്ടിട്ട് അരവണ്ണം 22 ഇഞ്ച്. സീറ്റ് വണ്ണം ആരും എടുക്കില്ല. അതിൽ നിന്ന് നമ്മൾ സീറ്റ് വണ്ണം ഇങ്ങനെ വെച്ച് നോക്കുകയുള്ളൂ. സാധാരണ അത് എടുക്കണേ എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം ഇവർ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ആയ കാരണം ഇവൻ്റെ സീറ്റ് വണ്ണം കണ്ടോ? ഒരു 23.5 24 ഉണ്ട്. 23.5. പിന്നെ ഈ പാദത്തിൻ്റെ അളവെടുക്കുന്നത് കണ്ടോ? ഇതിങ്ങനെയാണ് പാദത്തിൻ്റെ അളവ് വരുന്നത്. കണ്ടോ? 8.5. പാദത്തിൻ്റെ അളവ് 8.5 വരുന്നത്. ലെങ്ത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊക്കളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ലെങ്ത്ത് എടുക്കും. ലെങ്ത്ത് 21. അങ്ങനെയാണ് അളവെടുക്കുക. അപ്പോൾ പാൻറ്റിൻ്റെ അളവെടുക്കുന്നത് വേസ്റ്റ്, സീറ്റ്, ബോട്ടം. ഈ പാദത്തിൻ്റെ ലൂസായിട്ട് എടുക്കണം. അന്നേരത്തേക്കും ഈ സാധാരണ ഈ അരവണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 ഇഞ്ച് കൂട്ടിയാൽ ഇവൻ്റെ സീറ്റ് വണ്ണം കിട്ടും. അങ്ങനെയാണ് നമ്മൾ സീറ്റ് വണ്ണം എടുക്കണ്ടേ. സാധാരണ രീതിയിൽ അരവണ്ണം എടുക്കുക, ഇറക്കെടുക്കുക, ഈ ബോട്ടം എടുക്കുക. അത്രയും ചെയ്താൽ മതി. നമുക്ക് പാൻറ്റ് തയ്ക്കാം. ഇനി നമുക്ക് തുണിയിൽ വെട്ടാം. ഈ അളവിൽ തുണിയിൽ വെട്ടാം. അപ്പോൾ നമ്മൾ ഈ തുണിയിൽ അവൻ്റെ അളവിൽ നമ്മൾ വെട്ടാൻ പോവുകയാണെങ്കിൽ കൊച്ചിൻ്റെ അളവിൽ
അപ്പോൾ ഇറക്കം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 21. 21ൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി 24 നമ്മൾ വരച്ചിട്ടു. അത് കഴിഞ്ഞ് വണ്ണം 0 to 2 വണ്ണം സീറ്റിൻ്റെ 3/1 എത്ര വരുന്നത് ഇവിടെ 24. 24ൻ്റെ 3/1 8, 8 പ്ലസ് 1 9. അത് വരച്ചു. ആ വരച്ചിട്ട് നമ്മൾ ഇതിനെ മടക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് ആ വരയെ പിടിച്ച് മുകളിലേക്ക് പൊക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ ഇനി എല്ലാം വരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ വെച്ച് എന്നിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് 24 ഉണ്ടോയെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് അത് നല്ല ലെവൽ ചെയ്യുക. നമുക്ക് അടുത്ത അളവുകൾ എടുക്കാം. അവിടെ വരച്ചിട്ടാൽ മതി. ലെവൽ ചെയ്ത് വരച്ചിട്ട് നമ്മളത് വരച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതൊക്കെ അടയാളപ്പെടുത്തുക. ഇനി 0 to 4 1.5 ഇഞ്ച്. അത് കഴിഞ്ഞ് 0 to 4 1.5 ഇഞ്ച്. 4 to 7 സീറ്റിൻ്റെ 3/1. 4 to 7 ഇത് കണ്ട ഈ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് 4 to 7 സീറ്റിൻ്റെ 3/1 എത്രയാണ് 8. ആ 8 അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിക്കോ. 8 സ്പീഡിൽ എടുക്കണം. നിങ്ങൾക്ക് പേപ്പറിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 to 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 1.5 ഇഞ്ച്. അത് കഴിഞ്ഞ് 1 to 8 ബോട്ടത്തിൻ്റെ പകുതി 8.5. 8.5യുടെ പകുതി 4.25. 4.25 പ്ലസ് 1 5.25. എന്നിട്ട് ഇതിലേക്ക് ഇവിടെ 0 to 6 ചെസ്റ്റിൻ്റെ 3/1 അതും അടയാളപ്പെടുത്തണം. 6 ചെസ്റ്റിൻ്റെ 3/1 8 അതും അടയാളപ്പെടുത്തി താഴോട്ട് വരച്ച് ഒരു ബോക്സ് ആക്കുക. എന്നിട്ട് ഇതിനൊരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ബോട്ടത്തിലേക്ക് വെച്ച് വരയ്ക്കുക. നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാല് കട്ട് ചെയ്ത് തയ്ക്കേണ്ടതല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കി ഇട്ടേക്കണം കാരണം. ഇനി നമുക്കിത് തയ്ച്ച് കാണിക്കാം. ആദ്യം നമ്മൾ കാലിൻ്റെ 2 സൈഡും 1.5 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കുക. ഇപ്പോൾ 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ഇത് ഇച്ചിരി ഇറക്കം സ്വല്പം തുണി ഷേപ്പ് ചെയ്തപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് 1 ഇഞ്ച് വീതിയിലാണ് മടക്കി തയ്ക്കുന്നുള്ളൂ. 1 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ മടക്കി തയ്ച്ചിട്ട് കഴിയുമ്പോൾ അത് 3/4 ഇഞ്ച് വീതി. അടുത്ത കാലം ഇതുപോലെ തന്നെ തയ്ക്കുക. ഇനി കാല് തമ്മിൽ നല്ല പുറവും കൂടി കൂട്ടി 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അവരുടെ ഉണ്ടോ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൂട്ടി ആ ജോയിൻ്റ് നമ്മളിവിടെ വെച്ച ഈ പീസിൻ്റെ ജോയിൻ്റ് വരെ അടിക്കും. ലാസ്റ്റ് കെട്ടിടണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ കാലും തയ്ക്കുക.
1.5 ഇഞ്ച് തയ്യൽ ഇട്ട് വേണം തയ്ക്കാൻ, തല വിട്ട് പോകും. ഇനി ഇതിൻ്റെ നല്ല പുറവും കൂടെ കൂട്ടി വെച്ച് ഉണ്ടോ, ഇതിൻ്റെ നല്ല പുറം ഇത് കണ്ടോ, ഇങ്ങനെ നല്ല പുറവും ഇതിൻ്റെ നല്ല പുറവും കൂടി കൂട്ടി വെച്ചിട്ട് ഒന്നല്ല ഇവിടെ നിന്ന് അടിക്കുക, അല്ലെങ്കിൽ മുകളിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ഒറ്റ അടിക്കിൽ അടിക്കാം. അത് പരിചയക്കുറവുള്ളവർ അങ്ങനെ അടിക്കാൻ നിൽക്കരുത്, സെൻറ്ററിൽ തന്നെ അടിച്ചോണം. ഈ ജോയിൻ്റ് വരുമ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ അഴിഞ്ഞു പോകും. എന്നിട്ട് ഇലാസ്റ്റിക് വലിയ ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കും. ഇതിപ്പോൾ നമ്മൾ ചെറിയ ഇലാസ്റ്റിക് ഇടണ കാരണം 1 ഇഞ്ച് വീതിയിൽ തുമ്പൊളിച്ച് മടക്കി തയ്ക്കുന്നു. ഇലാസ്റ്റിക് ഇടാനായിട്ട് 1/4 ഇഞ്ച് നീളത്തിൽ ഗ്യാപ്പിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നൈറ്റ് ഡ്രസ്സിൻ്റെ പാൻറ് അല്ലെങ്കിൽ ജുബ പാൻറ് തയ്ച്ചു. കണ്ടോ, ഇതാണ് പാൻറ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.